സിയാറത്ത് ഇസ്ലാമിൽ ഉള്ളതാണ്. സിയാറത്ത് ചെയ്യണം, ഖബറാളികൾക്ക് സലാം പറയണം, ഖബർ നോക്കി കാണണം, ഖബറിന്റെ അടുത്ത് ചെന്ന് നിന്ന് വാപ്പാന്റെ ഖബർ, ഉമ്മാന്റെ ഖബർ, കുടുംബത്തിന്റെ ഖബർ, മുഅ്മിനിന്റെ ഖബർ, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തോളൂ, അല്ലാഹുവോട് പ്രാർത്ഥിച്ചോളൂ. ഇതിനൊന്നും കുഴപ്പമില്ല. സിയാറത്ത് ചെയ്യുന്നത് എന്തിനാ? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാ, നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കാനാ. ഫഇന്നഹാ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരാനാ. അപ്പോൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത് പരലോകബോധം ഉണ്ടാകാനാ. ഖബർ സിയാറത്ത് ചെയ്യുന്നത് പരലോകബോധവും മരണബോധവും ഉണ്ടാകാനാ. അതിനാണോ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ ഇന്ന് സിയാറത്ത് ചെയ്യുന്നതല്ല. നല്ല പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ ഖബറിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് അവിടെ കൂടെ സിയാറത്തിന് വന്നവരെ പിറകിൽ നിർത്തിയിട്ട് പണ്ഡിതനായി അറിയപ്പെടുന്ന ആള് പറയാ, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ പണ്ഡിതൻ പറയാ ഖബറിൽ കിടക്കുന്ന ആളോട്, ഞങ്ങൾ എത്ര ദൂരത്തുനിന്ന് വന്നതാ നിങ്ങൾക്കറിയില്ലേ? ഉപ്പാപ്പ എത്ര സമയമായി വന്ന് ഞങ്ങൾ വന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ? കുറെ ആളുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്, ഇനിയും കുറെ ആളുകൾ ഇവിടെ എത്താനുണ്ട്. ഞങ്ങൾ താൽക്കാലികമായി പോവുകയാണ്. ഞങ്ങളുടെ മനസ്സിന്റെ വേദന നിങ്ങൾക്കറിയില്ലേ? ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്കറിയില്ലേ? ഖബറിലെ പ്രശ്നങ്ങൾ ഉപ്പാപ്പ നിങ്ങൾക്കറിയില്ലേ? ഞങ്ങളെ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തണം, പരലോകം രക്ഷപ്പെടുത്തി തരണം, ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരണം. ഇത് മനുഷ്യരോട് പറയാൻ, അള്ളാഹുവിന്റെ പടപ്പുകളോട് പറയാൻ, അള്ളാഹുവിന്റെ മതത്തിൽ എവിടെയാണ് നമുക്ക് അനുവാദം തന്നിട്ടുള്ളത്? അള്ളാഹുവിനോടല്ലാതെ പിന്നെന്താണ് പ്രാർത്ഥന? പിന്നെ അള്ളാഹുവിലേക്ക് മാത്രമെന്ന് പറയുന്നത് എന്താണ്? ഇത് ഖബറാളിയോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ, എന്റെ പ്രശ്നം ഈ ഖബറിൽ കിടക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ കാര്യം, ഭാര്യയുടെ കാര്യം, ഉമ്മയുടെ കാര്യം, ബാപ്പയുടെ കാര്യം, സ്വർഗത്തിന്റെ കാര്യം, ഖബറിന്റെ കാര്യം, നരകത്തിന്റെ കാര്യം ഈ ഖബറാളിയോട് പറയാൻ പറ്റുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്? പിന്നെ എന്താണ് റബ്ബിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും അള്ളാഹുവിലേക്ക് മാത്രമായി വെക്കാനില്ല. പിന്നെ എന്താണ് മുസ്ലിങ്ങളുടെ വഹ്ദാനിയത്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് തകർന്നു പോകാതിരിക്കാൻ പല ന്യായങ്ങളാണ് മുസ്ലിങ്ങളിൽ പെട്ടവർ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. പണ്ഡിതന്മാരെ കിടുകിടാ വിറക്കുന്ന പടച്ചോണ്ട് കോടതിയിൽ ഈ സംസാരിക്കുന്ന ശിഹാബടക്കല, ഇത് കേൾക്കുന്ന അടങ്കൂരിലെ മുസ്ലിങ്ങൾ, ഇത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് കേൾക്കുന്ന മനുഷ്യർ, പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവർ, അവരൊക്കെ പടച്ചോണ്ട് കോടതിയിൽ ഇങ്ങനെ ഒരു ചെരുപ്പ് പോലും കാലിൽ അണിയാതെ, ഒരു നൂല് പോലും ശരീരത്തിൽ അണിയാതെ, ചില ആളുകൾ നെരിയാണി വരെ, ചില ആളുകൾ മുട്ടുവരെ, ചില ആളുകൾ ഊരവരെ, ചില ആളുകൾ നെഞ്ചിടം വരെ, കഴുത്തുവരെ, ഇങ്ങനെ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു പരലോകം എന്ന് പറയുന്ന കോടതിയിൽ വന്ന് നിൽക്കാനുണ്ട്. ഇടുകിടാ വിറക്കുന്ന കോടതിയിൽ, തൊലികൾ സാക്ഷി പറയുന്ന കോടതിയിൽ, കാലുകൾ സാക്ഷി പറയുന്ന കോടതിയിൽ, കൈകാലുകൾ സംസാരിക്കുന്ന കോടതിയിൽ, ചുണ്ടുകൾക്ക് സീല് വെക്കുന്ന കോടതിയിൽ പാവപ്പെട്ട മനുഷ്യർ പറയും, പടച്ചവനെ, ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞത്, ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞ് നേതാക്കന്മാർക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു പരലോകമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ താക്കീത് ചെയ്തതാണ്. അത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിൽ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്നാണ് അന്നത്തെ ആളുകൾ പറഞ്ഞ ന്യായം. അത് പറയരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്.